BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബൈപ്പാസ് അടിപ്പാതകളിൽ സ്ലാബുകൾ തകർന്ന കാനകൾ അപകടങ്ങൾക്കിടയാക്കുന്നു. മേൽപ്പാലത്തിന് കീഴിൽ നിരവധി അടിപ്പാതകളുണ്ട്. ഈ വഴികളിലെ കാനകളാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. മാർക്കറ്റ് പരിസരത്തെ അടിപ്പാതയിലാണ് കൂടുതൽ ഭീഷണിയുള്ളത്. നഗരത്തിൽ നിന്ന് അങ്കമാലി ഭാഗത്തേക്കുള്ള എല്ലാ വാഹനങ്ങളും ഇതുവഴി ദേശീയപാതയിലേക്ക് പോകുന്നു. ഈ വഴിയുടെ വളവിലാണ് പ്രധാനമായും സ്ലാബ് തകർന്നിരിക്കുന്നത്. വർഷങ്ങളേറെയായി ഈ അവസ്ഥ തുടരുന്നു. ഇവിടെ വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നതും പതിവാണ്. തിരക്കേറിയ ഈ ഭാഗത്ത് ഇരുചക്ര വാഹനങ്ങൾ കാനയിൽ ചാടുന്നതും പതിവാണ്. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ നഗരസഭയ്ക്കടക്കം പലതവണ നൽകിയിരുന്നു. എന്നാൽ ശാശ്വത പരിഹാരത്തിന് നടപടി ഇല്ല. മെട്രോ സൗകര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് കാന നിർമ്മിച്ചപ്പോൾ അശാസ്ത്രീയ നിർമ്മാണമാണെന്ന് യാത്രക്കാർ ആരോപിച്ചിരുന്നു. എന്നാൽ അധികൃതർ ഗൗനിച്ചില്ല. ഇതാണ് പിന്നീട് തീരാ ദുരിതത്തിന് കാരണമായത്. കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം അടിപ്പാതകളിൽ വെള്ളം കെട്ടും പതിവാണ്. ചെറുമഴയ്ക്ക് പോലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഓട്ടം വിളിച്ചു കൊണ്ടുപോയി വനിതാ ഡോക്ടറെ മർദ്ദിച്ച് അവശയാക്കി ബീച്ചിൽ തള്ളിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. മറ്റ് 4 പേർക്കുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. കുഴുപ്പുള്ളി പുതുവൈപ്പ് തച്ചാട്ടുതറ വീട്ടിൽ സജീഷിന്റെ ഭാര്യ പ്രിയങ്ക, വെള്ളിയത്താംപറമ്പ് മയ്യാട്ടിൽ വീട്ടിൽ വിതുൻ ദേവ് എന്നിവരെയാണ് അറസ്റ്റിലായത്. പ്രിയങ്കയുടെ ഭർത്താവ് സജീഷ് ഉൾപ്പെടെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കൊട്ടേഷൻ സംഘത്തിലുള്ള മറ്റ് 3 പേരും ഒളിവിലാണ്. പള്ളത്താംകുളങ്ങര വളവിലെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ തച്ചാട്ടുതറ കൃഷ്ണന്റെ മകൾ ജയലക്ഷ്മിയാണ് 3 അംഗ സംഘം മർദ്ദിച്ച് അവശയാക്കിയത്. പ്രിയങ്കയും ഭർത്താവും സജീഷും ചേർന്നാണ് മിഥുൻ ദേവിന്റെ സഹായത്തോടെ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കിയത്. ഓട്ടോ ഡ്രൈവറെ കുറിച്ചുള്ള വിവരങ്ങളും റൂട്ട് മാപ്പും തയ്യാറാക്കി വിതുൻ ദേവാണ് ആക്രമണം ആസൂത്രണം ചെയ്തത്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് പറഞ്ഞു. പ്രിയങ്കയുടെ അയൽവാസിയും ബന്ധുവുമാണ് ഓട്ടോ ഡ്രൈവറായ ജയലക്ഷ്മി. ഇരുവരുടെ തമ്മിൽ അതിർത്തി തർക്കം നിലനിന്നിരുന്നു. പ്രിയങ്കയ്ക്കും ഭർത്താവിനുമെതിരെ ജയലക്ഷ്മി അപവാദ പ്രചരണം നടത്തിയതായും ആരോപണമുണ്ട്. പള്ളത്താംകുളങ്ങര ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് 6ഓടെയാണ് ജയലക്ഷ്മിയെ ഒരാൾ ഓട്ടോ വിളിച്ചത്. വഴിമധ്യേ മറ്റ് 2 പേർ കൂടി ഓട്ടോയിൽ കയറി രാത്രിയോടെ ചാത്തങ്ങാട് ബീച്ച് ഭാഗത്ത് എത്തിക്കുകയായിരുന്നു. വീണ്ടും ഓട്ടം പോകാൻ ആവശ്യപ്പെട്ട് വിസമ്മതിച്ച ജയലക്ഷ്മിയെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ശരീരമാസകലം ഇടിക്കുകയായിരുന്നു. നട്ടെല്ലിനും വാരിയലിനും ഗുരുതരമായി പൊട്ടൽ സംഭവിച്ച ജയലക്ഷ്മി അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാറിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം. ഗ്യാപ്പ് റോഡിന് സമീപം കാറിന്റെ ഡോറിൽ ഇരുന്ന് സാഹസികമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ്പ് റോഡിന് സമീപം പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള ഓൾട്ടോ കാറിൽ യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത്. അപകടകരമായ രീതിയിൽ കാറിന്റെ ഡോറിലിരുന്ന് യുവാവ് സഞ്ചരിക്കുകയായിരുന്നു. ഒരു കൈയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് സാഹസിക യാത്ര നടത്തിയത്. എറണാകുളം നഗരസഭയിൽ നടപ്പിലാക്കുന്ന അമൃത് പദ്ധതിയിൽ അപേക്ഷ ലഭിച്ച 6000 കുടുംബങ്ങളിൽ 4354 കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ നൽകി. കൊച്ചി നഗരസഭയുടെ എല്ലാ മേഖലകളിലും സൗജന്യ കണക്ഷൻ നൽകുന്ന വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഫോർട്ട് കൊച്ചി തുരുത്തിയിൽ പുനരധിവാസത്തിനായി നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന ഫ്ളാറ്റിലേക്കും ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റലിലേക്കും പുതിയ ലൈനുകളിട്ട് വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ മേയറുടെ നേതൃത്വത്തിൽ നടന്ന യോഗം തീരുമാനിച്ചു. ഡിവിഷൻ 36 കുന്നുംപറമ്പത്ത് തുടർച്ചയായി പൊട്ടുന്ന ജലവിതരണ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കും. അമൃത് പദ്ധതിയിൽ തന്നെ 4.6 കോടി രൂപ മുടക്കി പാഴൂർ പമ്പ് ഹൗസിൽ ശക്തി കൂടിയ 2 പമ്പുകൾ സ്ഥാപിച്ചതിനാലാണ് ഈ വേനലിൽ ഒരു പരിധിവരെ കുടിവെള്ള വിതരണം പ്രതിസന്ധി ഒഴിവായത്. കലൂരിൽ പണി കഴിപ്പിച്ച 40 ലക്ഷം ലിറ്റർ ഉന്നതതല സംഭരണിയിലേക്കുള്ള വെള്ളം കൊണ്ടുവരുന്ന പൈപ്പ് ലൈനിന്റെ വർക്ക് നിരവധി തവണ ടെൻഡർ വിളിച്ചിട്ടും ആരും തന്നെ കരാർ ഏറ്റെടുക്കാത്തതിനാൽ വാട്ടർ അതോറിറ്റിയോട് അടിയന്തരമായി ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചു. ഇനിയുള്ള വർക്കുകളുടെ റോഡ് കട്ടിങ്ങും റോഡ് റീസ്റ്റോറേഷനും മഴക്കാലത്തിന് ശേഷം മാത്രം ആരംഭിച്ചാൽ മതിയെന്നും കൊച്ചിയിലെ പൈപ്പ് ലൈനുകൾ സംബന്ധിച്ച വിശദമായ മാപ്പ് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചു.
കൊച്ചിയിലെ റോഡുകളുടെ ദുരവസ്ഥയിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. റോഡെന്നാൽ വാഹനം ഓടിക്കുന്ന ഭാഗം മാത്രമല്ല, ഫുട്പാത്ത് കൂടി ചേർന്നതാണെന്നും കോടതി പറഞ്ഞു. കൊച്ചി പാലാരിവട്ടത്ത് ഫുട്പാത്തിലെ സ്ലാബിനടിയിൽ സ്ത്രീയുടെ കാലകപ്പെട്ട സംഭവത്തിൽ സർക്കാരിനോട് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് സർക്കാർ നൽകിയ വിശദീകരണത്തിലാണ് കോടതി മറുപടി പറഞ്ഞത്. വാഹനം ഓടിക്കാനുള്ള ഭാഗമാണ് റോഡെന്ന് കരുതി കുഴികൾ അടച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. റോഡ് കാൽനട യാത്രക്കാർക്ക് കൂടിയുള്ളതാണെന്നും ഈ നൂറ്റാണ്ടിലും ഇത്തരം റോഡുകൾ ഉള്ളത് നാണക്കേടാണെന്നും കോടതി വിമർശിച്ചു. ഐക്യജനാധിപത്യ മുന്നണി ഇന്ത്യൻ മുന്നണിയുടെ തിളക്കമാർന്ന വിജയത്തിൽ UDF മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും മധുര പലഹാര വിതരണവും നടത്തി. വടക്കുംഭാഗം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം സെബിപുരം കവല വഴി ചന്ദ്രപുരയിൽ സമാപിച്ചു. UDF കൺവീനർ സന്തോഷ് തോമസ്, ചെയർമാൻ മനോജ് വടക്കുംചേരി, ജേതാക്കളായ കൊച്ചപ്പു പുളിക്കൽ, MV ദേവസി, ചെറിയാൻ തോമസ്, സിജു ഇരാളി തോമസ്, ജേക്കബ് മഞ്ഞളി, സാജു കോളോട്ടുകുടി, ഡേവിസ് മണവാളൻ, ബിജു നെറ്റിഗാർഡൻ, ടിനോ മൊബിൻസ്, രാജു ഡേവിഡ്, സണ്ണി പൈനാടത്ത്, K സോമശേഖരൻ പിള്ള, ജാൻസി ജോർജ്, സ്റ്റിൽ മഞ്ഞളി, ഷമിത ബിജു, അലക്സാൻഡു, ഷൈബി പാപ്പച്ചൻ എന്നിവർ നേതൃത്വം നൽകി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.